ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വളരെ സുപ്രധാനമായ ഒരു മത്സരത്തിനാണ് നാളെ പോർച്ചുഗൽ ഇറങ്ങുന്നത്. എതിരാളികൾ സൗത്ത് അമേരിക്കൻ കരുത്തരായ കൊളംബിയയാണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ഈ മത്സരം നടക്കുക. അതായത് ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടണമെങ്കിൽ പോർച്ചുഗലിന് ഈ മത്സരത്തിൽ കൊളംബിയയെ പരാജയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു തീപ്പാറും പോരാട്ടമാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ മത്സരത്തിൽ പോർച്ചുഗലിൻ്റെ ചില സുപ്രധാന താരങ്ങൾ സൂക്ഷിച്ച് കളിക്കേണ്ടതുണ്ട്. വിലക്ക് ഭീഷണി നേരിടേണ്ടി വരുന്നുണ്ട്. അതായത് ഗ്രൂപ്പ് ഘട്ടത്തിൽ 2 യെല്ലോ കാർഡുകൾ വഴങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തൊട്ടടുത്ത മത്സരം അവർക്ക് പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ബെർണാഡോ സിൽവ, നെൽസൺ സെമേഡോ, റനാറ്റോ വെയ്ഗ, തോമസ് അരൗഹോ ഈ 4 പേരും ഇതിനോടകം തന്നെ ഒരു യെല്ലോ കാർഡ് വഴങ്ങിയിട്ടുണ്ട്. നാളെ നടക്കുന്ന മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് കൂടി വഴങ്ങേണ്ടി വന്നാൽ തൊട്ടടുത്ത റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ അവർ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുന്നതോടുകൂടി ഈ കണക്കുകൾ ഇല്ലാതാകും. പിന്നീട് അങ്ങോട്ട് കണക്കുകൾ ബാധകമാവില്ല എന്നുള്ളതാണ്. ഏതായാലും നാളത്തെ മത്സരത്തിൽ ഈ താരങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. യെല്ലോ കാർഡ് വഴങ്ങുന്നതിൽ നിന്നും സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം യെല്ലോ കാർഡ് വഴങ്ങിയാൽ തൊട്ടടുത്ത മത്സരത്തിൽ അവർക്ക് കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഫിഫയുടെ ഒരു നിയമം പറയുന്നത്. ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ ഒരു തകർപ്പൻ പ്രകടനം നടത്തിക്കൊണ്ട് തിരിച്ചു വരാൻ പോർച്ചുഗലിന് സാധിച്ചിരുന്നു. കൊളംബിയയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.